വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. നെതന്യാഹുവിനെ പൂട്ടാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോർട്ട്. ഗസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി തുടരുന്നു. റഷ്യ ആദ്യമായി യുക്രൈനെതിരെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചതായി ഉക്രൈൻ. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യ കണക്കിലെടുത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും യോവ് ഗാലനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഈ അറസ്റ്റ് വാറന്റിനെതിരെ നെതന്യാഹു പറഞ്ഞത് വിധി ജൂതവിരുദ്ധവും ബുദ്ധിശൂന്യവുമാണെന്നാണ്. നെതന്യാഹു ഗസയിൽ പട്ടിണി ഏറ്റവും വലിയൊരു ആയുധമായി ഉപയോഗിച്ചു എന്നാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ കണ്ടെത്തൽ. ഭക്ഷണം, വെള്ളം, മരുന്ന്, ഇന്ധനം എന്നിവ നിഷേധിച്ചുകൊണ്ട് ഗസൻ ജനതയെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ്. കൊലപാതകം, പീഡനങ്ങൾ, മനുഷ്യത്വരഹിതമായ മറ്റ് പ്രവൃത്തികൾ എന്നിവയുൾപ്പെടെ മനുഷ്യത്വത്തിനെതിരായ നിരവധി കുറ്റകൃത്യങ്ങളും ഇസ്രായേൽ നേതാവിനെതിരെ കോടതി ചുമത്തിയിട്ടുണ്ട്. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഹമാസിന്റെ കമാൻഡറായ മുഹമ്മദ് ദൈഫിനെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് ദൈഫ് ജൂലൈയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ഈ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം 125ഓളം വരുന്ന ICC അംഗരാജ്യങ്ങൾക്കാണ്. ഈ അറസ്റ്റ് വാറന്റ് നടപ്പിലാക്കാൻ ഈ രാജ്യങ്ങളൊക്കെയും പ്രതിജ്ഞാബദ്ധമാണെങ്കിൽ നെതന്യാഹു കൂട്ടിലടച്ച് എലിയെ പോലെയായിരിക്കും. അപ്പോഴും അമേരിക്ക എന്ന ഭീമൻ രാജ്യം ഇസ്രായേലിന് കരുതലായി പുറത്തുണ്ടാകും. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇങ്ങനെയൊരു അറസ്റ്റ് വാറന്റ് ഉണ്ടാവാൻ 412 ദിവസം കാത്തിരിക്കേണ്ടി വന്നു. ഈ 412 ദിവസവും ഇസ്രായേൽ കൃത്യമായി വംശഹത്യ തുടരുകയും ചെയ്തു. ഈ 412 ദിവസം കൊണ്ട് ഇസ്രായേൽ സേന കൊന്നുതള്ളിയത് 44,000-ലധികം വരുന്ന ഫലസ്തീൻ ജനതയെയാണ്. ഈ കൊന്നുതള്ളിയ മനുഷ്യരിൽ 80% നിരുപദ്രവകാരികളായ സ്ത്രീകളും കുട്ടികളുമായിരുന്നു. ഡെഡ് ബോഡികൾ കണ്ടെടുത്തവരുടെ മാത്രം കണക്കുകളാണിത്. 44,000. തകർക്കപ്പെട്ട കെട്ടിടങ്ങൾക്കടിയിൽ ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ടവരുടെ കണക്കുകൾ ഇതിലില്ല. അവർ കാണാതാവരുടെ ലിസ്റ്റിൽപ്പെടുന്നു. ഗസയിലെ അറിയപ്പെടുന്ന പല കുടുംബങ്ങളും ഒരു അവകാശം പോലും ബാക്കിയാവാതെ കാലത്തിന്റെ പഴയ കണക്ക് പുസ്തകത്തിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെക്കാൾ ദയനീയമാണ് ഗുരുതരമായി പരിക്കുപറ്റിയവരുടെ അവസ്ഥ. മരിച്ചവർ ഈ ലോകത്തിന്റെ പ്രയാസങ്ങളിൽ നിന്നും മോചിതരായവരാണ്. അതേസമയം കൈയും കാലും കണ്ണും എന്നുവേണ്ട ജീവശവമായി മാറ്റപ്പെട്ടവർ അവർക്ക് തന്നെ ഭാരമാകുന്ന ക്രൂരതയാണ് യുദ്ധം വരുത്തിവെക്കുന്നത്. അവർക്ക് തന്നെ ഭാരമാകുന്നതോടൊപ്പം സമൂഹത്തിന് ഏറ്റവും വലിയ ബാധ്യതയും വേദനയുമായി മാറുകയാണ്. ഇതുവരെ 104,200 ഫലസ്തീനികൾ ഗുരുതരമായി പരിക്കുപറ്റിയവരുടെ ലിസ്റ്റിലാണ്. അവരിൽ എത്ര പേർ തിരിച്ചു ജീവിതത്തിലേക്ക് വരുമെന്ന് ആർക്കും അറിയില്ല. ഇതുവരെ മരണപ്പെട്ടവരുടെ കണക്കുകൾ യുദ്ധത്തിന്റെ നാളുകളുമായി ചേർത്ത് വായിച്ചാൽ ഓരോ ദിവസവും ഗസയിൽ 110 ഫലസ്തീനികളെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട്. ഒരു തുണ്ട് ഭൂമിയുടെ ചുറ്റളവിൽ നിന്നാണ് ഓരോ ദിവസവും 110 ആളുകൾ മരിക്കുന്നതും 250-ലധികം ആളുകൾക്ക് പരിക്കുപറ്റുന്നതും എന്നോർക്കുമ്പോൾ ഇസ്രായേലിന്റെ വംശഹത്യയുടെ തോത് നമുക്ക് ഊഹിക്കാവുന്നത് അപ്പുറത്താണ്. ICCയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ 125 അംഗരാജ്യങ്ങളുണ്ട്. എന്നാൽ അവരിൽ എത്ര രാജ്യങ്ങൾ തങ്ങളുടെ കടമ നിറവേറ്റുമെന്നറിയില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ICCയുടെ അറസ്റ്റ് വാറന്റ് ഉണ്ടായിരിക്കെ ICCയിൽ അംഗരാജ്യമായ മംഗോളിയയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ഹേഗിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്തില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറന്റിനെതിരെ ഇസ്രായേൽ പ്രസിഡന്റ് ഇസാക്ക് ഹെർസോഗ് പറഞ്ഞത് യുക്തിരഹിതമായ തീരുമാനമെന്നാണ്. ഇസ്രായേൽ ഫോറിൻ മിനിസ്റ്റർ ഡിഗിയൻ സർ പറഞ്ഞത് നെതന്യാഹുവിനും ഗാലനുമെതിരെയുള്ള ICCയുടെ യുക്തിരഹിതമായ വിധി ICCയുടെ എല്ലാ നിയമസാധ്യതകളും നഷ്ടപ്പെടുത്തിയെന്നാണ്. ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായാർ ലാപിഡ് പറഞ്ഞത് ICCയുടെ വിധി ടെററിസത്തിനുള്ള റിവാർഡാണെന്നാണ്. അതേസമയം അമേരിക്കയും ICCയുടെ വിധിയെ യുക്തിരഹിതമെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല അമേരിക്ക ICCയിൽ അംഗമല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കും വരെ ഈ യുദ്ധത്തിൽ നിന്നും ഒരടി പിന്നോട്ട് വെക്കില്ല എന്നാണ്. ICCയുടെ ഈ വിധി കൊണ്ടൊന്നും ഇസ്രായേലിന്റെ യുദ്ധത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. അമേരിക്ക ഇസ്രായേലിന് വേണ്ടി എവിടെയും ശക്തമായി പ്രതിരോധം തീർക്കുമ്പോൾ ആ തണലിൽ ഏത് വലിയ വംശഹത്യ ചെയ്യാനും ഇസ്രായേലിന് നിസ്സാരമായിരിക്കും. അതേസമയം ഹമാസ് ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞത് ഫലസ്തീനികൾക്കെതിരെയുള്ള നീണ്ടകാലത്തെ അനീതിക്കെതിരെയുള്ള സുപ്രധാനവും ചരിത്രപരവും മാതൃകാപരവുമായ വിധി എന്നാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയോട് ഹമാസ് ആവശ്യപ്പെടുന്നത് എല്ലാ ക്രിമിനൽ അധിനിവേശ നേതാക്കൾക്കും മന്ത്രിമാർക്കും ഫാസിസ്റ്റ് ഉദ്യോഗസ്ഥർക്കുമെതിരെ കൂടി ആ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ലക്ഷ്യവ്യാപ്തി നീളണമെന്നാണ്. അവരൊക്കെയും തങ്ങളുടെ പലസ്തീനിയൻ ജനതയുടെ രക്തം ചൊരിയുകയും അവർക്കെതിരെ ആധുനിക ചരിത്രത്തിലെ ഇടം പിടിക്കുന്ന ഏറ്റവും കിരാതമായ കൊലപാതകവും പട്ടിണി മരണവും ഭീകരവാദവും പ്രയോഗിച്ചവരുമാണ്.
ഇപ്രകാരം നീണ്ടുപോകുന്നതായിരുന്നു ഹമാസിന്റെ സ്റ്റേറ്റ്മെന്റ്. റഷ്യ യുക്രൈനെതിരെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചതായി യുക്രൈൻ പരാതിപ്പെട്ടു. ചെറുത് കൊടുത്ത് വലുത് വാങ്ങുന്നു എന്നേ ഇതിന് പറയാനുള്ളൂ. അമേരിക്കയുടെ അറ്റക്കാം ദീർഘദൂര മിസൈലും ബ്രിട്ടൻ, ഫ്രാൻസ് സംയുക്തമായി വികസിപ്പിച്ച സ്റ്റോം ഷാഡോ മിസൈലും റഷ്യക്കുള്ളിലേക്ക് പ്രയോഗിച്ചതാണ് റഷ്യയെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കാൻ പ്രേരിപ്പിച്ചത്. ന്യൂക്ലിയർ വാർഹെഡ് ഘടിപ്പിക്കാവുന്ന ശബ്ദാതിവേഗത്തിൽ സഞ്ചരിക്കുന്ന റഷ്യൻ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൽ റഷ്യ ന്യൂക്ലിയർ വാർഹെഡ് ഉപയോഗിച്ചില്ല എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സമാധാനമാണ്.